കാക്കനാട് പാലച്ചുവട് ആൾക്കൂട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതി അസീസും ജിബിനും തമ്മിൽ നിലനിന്നിരുന്ന പൂർവ്വ വൈരാഗ്യം. കൊല്ലപ്പെട്ട ജിബിൻ ടി വർഗീസിനെ പ്രതികൾ 2 മണിക്കൂറോളം ഗ്രില്ലിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. വാരിയലിനടക്കം സാരമായി പരിക്കേറ്റ് ആന്തരിക രക്തസ്രാവമാണ് ജിബിന്റെ മരണകാരണമായത്. പ്രദേശത്തെ വിവാഹിതയായ യുവതിയുമായി ജിബിന് അടുപ്പമുണ്ടായിരുന്നു. ഇതിനുള്ള പ്രതികാരമായിരുന്നു കൊല. ജിബിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. യുവതിയുടെ ഫോണിൽ നിന്ന് സന്ദേശമയച്ച് ജിബിനെ വിളിച്ചു വരുത്തി. വീടിന്റെ പുറത്ത് സ്കൂട്ടർ വെച്ച് മതിൽ ചാടി കടന്ന് പുറകുവശത്തെ വാതിലിലൂടെ അകത്തെത്തി ജിബിനെ കാത്തു നിന്നത് യുവതിയുടെ ഭർത്താവും ബന്ധുക്കളും അയൽവാസികളുമായിരുന്നു. ക്രൂരമർദ്ദനത്തിനൊടുവിൽ ജിബിൻ മരിച്ചെന്ന് സംഘം ഉറപ്പാക്കി. അതിനുശേഷമാണ് പാലച്ചുവട്ടിൽ ഉപേക്ഷിച്ചത്. ഓലിക്കുഴി കുണ്ടുവേലി ഭാഗത്തുള്ള യുവതിയുമായി ജിബിന് അടുപ്പമുണ്ടായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അടിപിടിയിൽ കലാശിക്കുകയും മർദ്ദനമേറ്റ് ജിബിൻ കൊല്ലപ്പെടുകയുമായിരുന്നു. ചക്കരപ്പറമ്പ് തെക്കേപ്പറമ്പ് വീട്ടിൽ ജിബിൻ വർഗീസ് സംശയകരമായ സാഹചര്യത്തിൽ രാത്രി 12 മണിയോടുകൂടി വാഴക്കാല അസീസിന്റെ വീടിനടുത്ത് എത്തുകയായിരുന്നു. തുടർന്ന് അസീസിന്റെ മകൻ മനാഫും മരുമകൻ അനീസും അയൽവാസികളും ബന്ധുക്കളും ചേർന്ന് ജിബിനെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. സ്റ്റെയർകേസ് ഗ്രില്ലിൽ കെട്ടിയിട്ട് കൈകൊണ്ട് ആയുധം ഉപയോഗിച്ചും ആക്രമിക്കുകയായിരുന്നു. 2 മണിക്കൂറോളം മർദ്ദനം തുടർന്നു. ഗുരുതര മർദ്ദനത്തിൽ മരണം സംഭവിച്ചു. അതിനുശേഷം മൃതദേഹം പ്രതികൾ ഓട്ടോറിക്ഷയിൽ കയറ്റിയും 2 പേർ ജിബിന്റെ സ്കൂട്ടർ ഓടിച്ചും പാലച്ചുവടിലെത്തി. മൃതദേഹം റോഡ് വക്കിൽ തള്ളാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷ കാക്കനാട് ഓലിമുകൾ പള്ളിക്ക് സമീപം ഗ്രൗണ്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാക്കനാട് പാലച്ചുവട് പാലത്തിനു സമീപം ശനിയാഴ്ച പുലർച്ചെ ജിബിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജിബിൻ ഓടിച്ചിരുന്ന ബൈക്ക് സമീപത്ത് മറിഞ്ഞു കിടക്കുകയായിരുന്നു. ആദ്യം വാഹനാപകടമെന്നാണ് പോലീസ് കരുതിയത്. എന്നാൽ പരിസരത്ത് അപകടം നടന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഓലിക്കുഴിയിൽ യുവതിയുമായി ജിബിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. അസീസിന്റെ വീട്ടിൽ വെച്ചായിരുന്നു പ്രതികൾ ജിബിനെ മർദ്ദിച്ചത്. മരണം ഉറപ്പാക്കിയ ശേഷം ആസൂത്രിതമായി അപകടമരണം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അപകടമരണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൃതദേഹത്തിന് സമീപം സ്കൂട്ടർ കൊണ്ടുപോയിടുകയായിരുന്നു. പ്രതികൾ എല്ലാവരും അസീസിന്റെ ബന്ധുക്കളും അയൽവാസികളുമാണ്. കൊച്ചിയിലേത് ആൾക്കൂട്ട കൊലപാതകമാണെന്നും സദാചാര കൊലപാതകമെന്ന് പറയാനാകില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ പറഞ്ഞു. പ്രാഥമിക പരിശോധനയിൽ ജിബിന് മർദ്ദനമേറ്റതായി പോലീസിന് മനസ്സിലായിരുന്നു. തലയിലേറ്റ മുറിവ് വാഹനാപകടത്തിൽ ഉണ്ടായതല്ലെന്നും പോലീസ് മനസ്സിലാക്കി. ഇതോടെയാണ് കൊലപാതക സാധ്യതയിലേക്ക് വഴി തുറന്നത്. മരണം സംഭവിക്കുന്നതിന് തലേന്ന് രാത്രി 1 മണിയോടെ ഒരു ഫോൺ കോൾ വരികയും തുടർന്ന് വീട്ടിൽ നിന്ന് സ്കൂട്ടറുമായി ജിബിൻ പുറത്തേക്ക് പോവുകയുമായിരുന്നുവെന്ന് കുടുംബ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിർണായകമായി. യുവതിയുടെ വിവാഹം പെരുമ്പാവൂരുകാരനുമായാണ് നടന്നത്. ഇയാൾ ഗൾഫിലാണ്. ഇതിനിടെയാണ് ജിബിനുമായി അടുപ്പം തുടങ്ങിയത്. ഇത് കുടുംബ പ്രശ്നമായി മാറി. ഇതോടെ യുവതി വീട്ടിലേക്ക് മടങ്ങി. ഇതിന്റെ പകയിൽ ബന്ധുക്കൾ ഒരുക്കിയതാണ് കൊലപാതകത്തിനുള്ള സാഹചര്യം. ഇതിലേക്ക് ജിബിൻ എത്തിപ്പെടുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ പാലച്ചുവട് വെണ്ണല റോഡിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് എതിർവശത്താണ് വെണ്ണല സ്വദേശി ജിബിന്റെ മൃതദേഹം കണ്ടത്. സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ജിബിന്റെ മരണം അപകടമല്ല കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. നെറ്റിയിൽ കണ്ട മുറിവ് മൂലം തലക്കേറ്റ് പരിക്കാവും മരണകാരണമെന്ന നിഗമനത്തിലായിരുന്നു ഇതുവരെ പോലീസ്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയിൽ ആഴത്തിൽ പരിക്കോ ചതവോ കണ്ടെത്തിയിട്ടില്ല. ജിബിനെ കൊണ്ടുപോയ ഓട്ടോറിക്ഷയുടെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. സംഭവം നടന്ന വീട്ടിൽ ജിബിൻ എത്തിയ സ്കൂട്ടർ മറ്റൊരാൾ ഓടിച്ചു കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നു. ഇതെല്ലാം നിർണായകമായി. യുവതിയുടെ സഹോദരനടക്കം 3 പേരെ സംഭവ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. 4 പേരെ ഇന്നലെ പിടികൂടി. പ്രധാന പ്രതിയടക്കം 6 പേർ ജില്ലയ്ക്ക് പുറത്തു കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.